എത്ര വാർത്താ മാധ്യമങ്ങൾ പാലക്കാട് കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ യഥാർത്ഥ പ്രശ്നം CPM-നകത്തും BJP-ക്കകത്തുമായിരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷമല്ലേ മലയാളികൾക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. CPM യാതൊരുവിധ നാണവുമില്ലാതെ ഉളുപ്പുമില്ലാതെ പറയുകയാണ്, കേരളത്തിൽ യാതൊരുവിധ ഭരണവിരുദ്ധ വികാരവുമില്ല. നിർത്തുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാർ മോശമാണെങ്കിൽ അതിനെതിരെ വോട്ട് ചെയ്യുക സ്വാഭാവികമാണ്. നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം LDF-ന്റെ ഒരു കോൺഫിഡൻസ്, അതായത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ഒരു ഉളുപ്പും കൂടാതെ ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നതെന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത് LDF-ന് പറയാൻ സാധിക്കില്ല, പക്ഷേ CPM-ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് CPM നേതാക്കന്മാർ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന്. കഴിഞ്ഞ തവണ ചേലക്കരയിൽ 39,400 വോട്ടുകൾക്ക് വിജയിച്ച CPIM-ന്റെ സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ ഇത്തവണ വെറും 12,200 വോട്ടുകൾക്ക് മാത്രം വിജയിച്ചിട്ടും ഏകദേശം 27,000 വോട്ടുകളുടെ കുറവ് വന്നിട്ടും CPM യാതൊരുവിധ നാണവുമില്ലാതെ ഉളുപ്പുമില്ലാതെ പറയുകയാണ്, കേരളത്തിൽ യാതൊരുവിധ ഭരണവിരുദ്ധ വികാരവുമില്ല. സംസ്ഥാനം ഭരിക്കുന്ന CPM-നുള്ള അംഗീകാരമാണ് ചേലക്കരയിലെ വിജയം എന്നൊക്കെ. കഴിഞ്ഞ തവണ പാലക്കാട് ഷാഫി പറമ്പിൽ വിജയിച്ചതിൻ്റെ 5 ഇരട്ടിയിലധികം വോട്ട് നേടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോഴും പറയുകയാണ് ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല, വർഗീയവാദികളുടെ വോട്ട് നേടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചിട്ടുള്ളത് എന്ന്. വോട്ട് ചെയ്യുന്നത് വ്യക്തികളാണ്, അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൽ അർത്ഥമില്ല. കാരണം തികച്ചും രാഷ്ട്രീയ അന്ധത ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അടിമക്കണ്ണുകളായിട്ടുള്ള കുറച്ചാളുകൾ മാത്രമേ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളൂ. നിർത്തുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാർ മോശമാണെങ്കിൽ അതിനെതിരെ വോട്ട് ചെയ്യുക സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വോട്ടിംഗ് മാത്രമാണ് പാലക്കാട് നടന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ 5 ഇരട്ടി വോട്ടുകൾ നേടി രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് വിജയിക്കാൻ സാധിച്ചത്. രാഹുൽ ഗാന്ധി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ ഏകദേശം 80,000-ൽ കൂടുതൽ വോട്ടുകൾ കൂടുതൽ നേടിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഇത്തവണ വയനാട് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത്രയും വലിയ ഒരു വിജയം, അതായത് ചേലക്കരയിൽ രമ്യ ഹരിദാസ് എങ്ങനെ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കോൺഗ്രസിന് അകത്ത് തന്നെ സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്നിട്ടുള്ള ചില പരാതികളുണ്ട്. ഈ പരാതികളൊക്കെ പരിഹരിക്കാതെ രമ്യ ഹരിദാസിനെ അവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് രമ്യ ഹരിദാസിന്റെ പരാജയത്തിന് കാരണമായി എടുത്തു പറയുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, പിന്നെ ചേലക്കരയിൽ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളൊക്കെയാണ് കാഴ്ചവെച്ചിരുന്നത്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെയാണ് കാഴ്ചവെച്ചിരുന്നത് എങ്കിൽ തന്നെയും കോൺഗ്രസിന് അകത്തെ ചില അടിയൊഴുക്കുകൾ അത് കാണാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിരുന്നില്ല. അത് രമ്യ ഹരിദാസിനോട് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില പ്രശ്നങ്ങൾ അവിടെ കോൺഗ്രസ് വോട്ടുകളിൽ ചില വ്യതിയാനങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് മാത്രമാണ് അവിടെ കോൺഗ്രസിന്റെ കൈപ്പത്തി തോറ്റിട്ടുള്ളത്. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, 9,000-ഓളം വോട്ട് BJP സ്ഥാനാർത്ഥി വർദ്ധിപ്പിച്ചു എങ്കിൽ അതിനർത്ഥം അവിടെ ചേലക്കരയിലും ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. അതുകൂടാതെ K. രാധാകൃഷ്ണൻ നേടിയ 39,400 വോട്ടിൽ നിന്ന് 27,200 വോട്ടുകളുടെ കുറവ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമാണോ? CPM-നെ സംബന്ധിച്ച ഒരു നിസ്സാര കാര്യമാണോ? അതായത് CPM-ന്റെ ചെങ്കോട്ടയിലാണ് 27,200 വോട്ടുകൾ കുറവ് വന്നിട്ടുള്ളത്. അതുകൂടാതെ 2016 ശ്രീ UR പ്രദീപ് നേടിയിട്ടുള്ളതിനേക്കാൾ 4,000 വോട്ട് കുറവാണ് ഇത്തവണ അദ്ദേഹം ചേലക്കരയിൽ നേടിയിട്ടുള്ളത്. എന്താ ഈ പാർട്ടി ഇതൊന്നും പരിശോധിക്കാതിരിക്കുന്നു? യാതൊരു ഉളുപ്പും ഇല്ലാതെ യാതൊരു നാണവുമില്ലാതെ പരസ്യമായി വന്ന് CPM നേതാക്കന്മാർക്ക് എങ്ങനെ പറയാൻ സാധിക്കും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന്? ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ചില ദൃശ്യമാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി ഈ ഉപതെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാം എന്നൊക്കെ CPM കരുതിയിരുന്നുവെങ്കിൽ അത് CPM-ന് തെറ്റിപ്പോയി. കാരണം കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ്, അവർക്ക് നെല്ലും പതിരും വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്നുകൂടി ഈ സർക്കാർ മനസ്സിലാക്കുക. ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തികച്ചും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഈ സർക്കാരിനെതിരെയുള്ള വോട്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചേലക്കരയിൽ CPM-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചുവെങ്കിലും അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞതും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചരിത്ര വിജയവും. കാരണം കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ 5 ഇരട്ടി വോട്ട് നേടിക്കൊണ്ടാണ്
രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ചിരിക്കുന്നത്. എന്തെല്ലാം രാഷ്ട്രീയ നാടകങ്ങളാണ് പാലക്കാട് അരങ്ങേറിയത് എന്ന് മലയാളികൾക്ക് മുമ്പിൽ കൺമുമ്പിൽ നിൽക്കുകയാണ്. എത്ര വാർത്താ മാധ്യമങ്ങൾ പാലക്കാട് കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ യഥാർത്ഥ പ്രശ്നം CPM-നകത്തും BJP-ക്കകത്തുമായിരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷമല്ലേ മലയാളികൾക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. മലയാളികളെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഒരു ദൃശ്യ മാധ്യമങ്ങൾക്കും കേരളത്തിൽ സാധിക്കില്ല എന്നുകൂടി മനസ്സിലാക്കുക. അതിനുശേഷം വയനാട്ടിൽ എത്ര ഗംഭീരമായൊരു വിജയമാണ് പ്രിയങ്ക ഗാന്ധി നേടിയിട്ടുള്ളത്. വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എങ്കിൽ തന്നെയും ഇത്രയും മനോഹരമായൊരു വിജയം പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൾ തിരുത്താൻ ഈ സർക്കാർ തയ്യാറാകണം. തെറ്റുകൾ തിരുത്താൻ ഈ സർക്കാരല്ല, LDF അല്ല തയ്യാറാവേണ്ടത്, CPM തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.